കേരളത്തിലെ ഇടതുപക്ഷം ഏതെങ്കിലും സമയത്ത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണോ? ഒരിക്കലുമല്ല. മാധ്യമങ്ങളുടെ പിന്തുണയൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നിട്ടുള്ളത് അവർ സ്വയം മാധ്യമമായി മാറിക്കൊണ്ടാണ്. മോനായി ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ വന്ന തോന്നൽ, അതിലെ ഒരു ഭാഗം ഇത് ഞാൻ പറയേണ്ടതല്ലേ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം ഞാനല്ലേ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്നു എന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നല്ല ഗംഭീരമാണ്, അവർക്ക് യാതൊരു അജണ്ടയുമില്ല, അവരാരും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നൊന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിഡ്ഢിത്തമുള്ള ഒരാളല്ല ഞാൻ. എനിക്കതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുള്ള ആളാണ്. പക്ഷേ ഞാനങ്ങനെ വന്ന് ഒരു അസത്യം പറഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ന്യൂസ് റൂമിലെ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് വാദിക്കാനും അത് സമർത്ഥിക്കാനും വന്നിട്ടുള്ള ആളുമല്ല, അതിൻ്റെ വിമർശനങ്ങളെ സത്യസന്ധമായി ഉൾക്കൊള്ളാൻ തീരുമാനിച്ച് വന്നിട്ടുള്ള ആളുമാണ്. റിപ്പോർട്ടർ ടിവിയുടെ ഉണ്ണി ബാലകൃഷ്ണനും CPIMന്റെ M സ്വരാജും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടുത്തെ രംഗം. മാധ്യമപ്രവർത്തകരെ അത്യാവശ്യം നല്ല രീതിയിൽ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിൽ മാധ്യമപ്രവർത്തകരുടെ വിമർശനമുണ്ട്, എന്നിരുന്നാൽ പോലും ന്യായീകരണത്തിന് നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല CPIMന് കുറച്ച് ക്ലാസ് എടുക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആ ക്ലാസ് എടുത്തതിനും ന്യായീകരണത്തിനുമുള്ള മറുപടിയാണ് M സ്വരാജ് അവിടെ നൽകുന്നത്. M സ്വരാജിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ സ്വരാജ് പറഞ്ഞ ഈ മുഖ്യധാരാ മാധ്യമ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അക്കാര്യത്തിൽ ഇപ്പം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല കുഴപ്പമറ്റതോ പൂർണ്ണമായും ശരിയായ ഒരു ദിശയിൽ സഞ്ചരിക്കുന്നതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതിൻ്റേതായ വീഴ്ചകൾ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ആ നിലപാടാണ് എൻ്റെത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം, 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. ഇപ്പം നമ്മളിരിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മാധ്യമങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും എന്താ പറയുക, മാധ്യമങ്ങൾ ഒരിക്കലും ഒരു സർക്കാരിൻ്റെയും വാഴ്ത്തുപാട്ടുകാരാവരുത്. നമ്മൾ ദേശീയ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളല്ലേ ഉന്നയിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ആ അർത്ഥത്തിൽ രാജ്യത്തെ മോദി സർക്കാരിനെതിരായിട്ട് നല്ല ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. ഭൂരിഭാഗം മാധ്യമങ്ങളും നല്ല രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വളരെ ശക്തമായിട്ട് മോദി വിരുദ്ധ പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരായി ഉണ്ടാകുന്ന വിമർശനത്തെ ഇടതുപക്ഷത്തിനെതിരായ വിമർശനമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ആകാംക്ഷ എനിക്കുണ്ട് ആ കാര്യത്തിൽ. ഇപ്പോൾ 2011-2016 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനോട് കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനം എന്തായിരുന്നു? 2011-16 ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ബാർക്കോഴയായിരുന്നു, 2 സോളാർ കേസായിരുന്നു. ഈ ബാർക്കോഴയും സോളാർ കേസും ചർച്ച ചെയ്യാത്തൊരു ദിവസം പോലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ടെലിവിഷൻ ചാനൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനമായ വിഷയങ്ങളെ കേരളത്തിൽ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഉന്നയിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ആ ചർച്ചകളിൽ വന്നിരുന്നു വളരെ സജീവമായി ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. 2011-16 കാലഘട്ടത്തിൽ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടും സോളാർ കേസുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി PRD തന്നുകൊണ്ടിരുന്ന പരസ്യം പിൻവലിച്ചിട്ടുണ്ട്. ആ സർക്കാർ പരസ്യം തരില്ല എന്ന് പറഞ്ഞു, തന്ന പരസ്യത്തിന് പൈസയും തരില്ല എന്ന് പറഞ്ഞു. ആ രീതിയിലുള്ള ആക്ഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അതാണ് നിലപാട്. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വാഴ്ത്തിപ്പാടാനുള്ള സമയമല്ല, മറിച്ച് ആ സർക്കാരിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാനുള്ള സമയമാണ്. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നേ. ഇപ്പോൾ 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം 4-3 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിനെ ഒരു പത്രമാണ് താഴ്ത്തിറക്കിയത്, പ്രതിപക്ഷമല്ല. അത് ബോഫേഴ്സ് കുംഭകോണമാണ്. അത് ഹിന്ദു എന്ന ദിനപത്രം പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. 1998 മുതൽ 2004 വരെ രാജ്യം ഭരിച്ച വാജ്പേയി ഗവൺമെൻറ്റിനെതിരായി ഏറ്റവും വലിയ വാർത്ത കൊണ്ടുവന്നത്, ഏറ്റവും വലിയ ആരോപണം കൊണ്ടുവന്നത് ഒരു മാധ്യമമാണ്. അതിൻ്റെ പേര് തെഹൽക്കെ എന്നാണ്. ആ തെഹൽക്കയുടെ വെളിപ്പെടുത്തലാണ് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ആ അർത്ഥത്തിലൊക്കെ മാധ്യമങ്ങൾ വളരെ ശക്തമായി, മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ ശക്തമായി തന്നെ സർക്കാരുകൾക്കെതിരായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി കേരളത്തിലെ ഇടതുപക്ഷം ഏതെങ്കിലും സമയത്ത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണോ? ഒരിക്കലുമല്ല. മാധ്യമങ്ങളുടെ പിന്തുണയൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നിട്ടുള്ളത് അവർ സ്വയം മാധ്യമമായി മാറിക്കൊണ്ടാണ്. ഇപ്പോൾ തൊഴിലാളികൾക്ക് കൃഷിഭൂമി കർഷകന് എന്ന ഒറ്റ മുദ്രാവാക്യമാണെന്നേ
കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത്? കൃഷിഭൂമി കർഷകൻ എന്നൊരു ഒറ്റ മുദ്രാക്കിയ 2 വാക്കുകളേ ഉള്ളൂ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന KPAC-യുടെ നാടകമാണ് തിരുവിതാംകൂറിൽ വലിയ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം ഉണ്ടാക്കിയത്. ആ ഒറ്റ നാടകം കണ്ടിട്ട് ഈ പറയുന്ന മൈതാനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായി മാറുന്നൊരു ചരിത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത്. കേരളത്തിൽ ഒരിക്കൽ പോലും വലിയ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയും അവരുടെ പരിലാളനമേറ്റും വളർന്നു വന്നിട്ടുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനവും. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്ന് സ്വയം വിമർശനപരമായി ഇടതുപക്ഷം ചിന്തിക്കണം. അവിടുത്തെ ഒരു പ്രശ്നം എന്തിനേയും ഇടതുവിരുദ്ധതയായി കാണുന്നു. നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ നമുക്കെതിരായി ഉണ്ടാകുന്ന ശബ്ദങ്ങളെ നമ്മൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ എപ്പോഴും കാട്ടിയിട്ടുള്ളത് അതിൻ്റെ ജനാധിപത്യത്തോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇടതുപക്ഷമാവുക. അപ്പോൾ ആ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന സമീപനങ്ങളോട് എനിക്ക് വിമർശനമുണ്ട്. എന്തിനും ഏതിനും നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആരെയാണെന്നറിയാവോ? മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം എന്താ? മാധ്യമങ്ങൾ വാർത്തയൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല കേട്ടോ. മാധ്യമങ്ങളൊന്നും വാർത്ത ഉൽപ്പാദിപ്പിച്ചുകൊണ്ടല്ല ഇവിടെ നിലനിൽക്കുന്നത്. ഇന്ന് രാവിലത്തെ ഒരു ന്യൂസ് റൂം എടുത്തു നോക്കിയേ, ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്നുള്ളത് മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിച്ചതാ? മാധ്യമങ്ങളൊന്നും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ വരുന്നത്. മാധ്യമം യഥാർത്ഥത്തിൽ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രതിഫലിക്കുകയാണ് ചെയ്യുക. ആ പ്രതിഫലനത്തെ വിമർശിക്കുന്നതിന് പകരം എനിക്കെന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊരു പരിശോധന നമ്മൾ നടത്തണം. നമ്മുടെ മോശപ്പെട്ട പ്രതിച്ഛായ കാണിച്ചിരുന്ന കണ്ണാടിയോടല്ല നമ്മൾ പ്രതിഷേധിക്കുകയും അതിനെ തകർത്തുകൊണ്ട് ഇതാണ് നിങ്ങളുടെ കുഴപ്പം എന്ന് പറയുന്നിടത്തല്ല പ്രശ്നം ഇരിക്കുന്നത്. നമ്മൾ ആത്മവിമർശനം നടത്തണം, നമ്മൾ സ്വയം വിമർശനം നടത്തണം. അങ്ങനെ സ്വയം വിമർശനം നടത്തുമ്പോൾ നമ്മളെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കും വിധത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിൽ, പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ, ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് മാധ്യമങ്ങൾ എത്രത്തോളം ഇടതുപക്ഷത വിരുദ്ധത പ്രചരിപ്പിച്ചാലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറി മാറി ഭരിച്ചിട്ടില്ലേ? 1957 മുതൽ 2024 വരെ ഇരിക്കുമ്പോൾ എത്ര സർക്കാരുകൾ ഇടതുപക്ഷ സർക്കാരുകളായി വന്നിട്ടുണ്ട്? ഇവിടെ മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെതിരായിരുന്നുവെങ്കിൽ അങ്ങനെ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ കഴിയില്ലല്ലോ. കാരണം സ്വരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രതീതി നിർമ്മാണം എന്ന് പറയുന്നത് മാധ്യമങ്ങളിങ്ങനെ കഴിഞ്ഞ ഒരു 6 പതിറ്റാണ്ട് കാലമായി കേരളീയരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വലതുപക്ഷം മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ. ഇടതുപക്ഷത്തിന് കടന്നു വരാൻ കഴിയില്ല. അവർക്കൊരു മാധ്യമ പിന്തുണയില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ പണം കൊടുത്തിട്ട് നിക്ഷേപം നടത്തി മാധ്യമങ്ങൾ നടത്താൻ കഴിയില്ല. അതിനുള്ള വഖഫ് ഫോഴ്സിനെ ഉണ്ടാക്കാൻ കഴിയില്ല. ശരിയാണ്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഇടതുപക്ഷം കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ, തുടർഭരണം വന്നിട്ടുണ്ടെങ്കിൽ, തുടർഭരണത്തിൻ്റെ ഒരു കാര്യം വളരെ ലളിതമാണല്ലോ. പ്രശ്നം 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ മൂലധനം? സ്വയം വിമർശനപരമായിട്ട് കാണണ്ടേ? ഇടതുപക്ഷത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ്. ആ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾക്ക് പിണറായി വിജയൻ ഏത് മേഖലയെയാണ് ഉപയോഗപ്പെടുത്തിയത്? ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മുഖ്യധാരാ ചാനലുകളെയാണ് ഉപയോഗപ്പെടുത്തിയത്. 6 മണി മുതൽ 7 മണി വരെ വാർത്താ സമ്മേളനം. ഒരു ബ്രേക്ക് പോകില്ല കേട്ടോ. അന്ന് വലിയ നഷ്ടമാണ് ചാനലുകൾക്കുള്ളത് സാമ്പത്തികമായിട്ട്. ഏറ്റവും പ്രൈം ടൈമാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പൈസ പരസ്യത്തിന് കിട്ടുക. പക്ഷേ പോകില്ല. കാരണം പിണറായി വിജയനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിണറായി വിജയൻ്റെ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇഫക്റ്റ് എത്രയാണ്? എന്തൊരു ഇമ്പാക്റ്റാണ് അതുണ്ടാക്കിയിട്ടുള്ളത്? അത് ഈ മാധ്യമങ്ങൾ ചെയ്തതാണ് കേട്ടോ. മാധ്യമങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷം. പ്രശ്നം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ഞങ്ങൾക്കെതിരായിട്ട് എപ്പോഴും കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾ നിരന്തരം പ്രചാരണം അഴിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ അതിലൊരു വസ്തുതയുമില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കൂക്കി വിളിച്ചു പറയുന്ന ഒരു മാധ്യമത്തിന് കേരളത്തിൽ അങ്ങനെ നിന്നു പോകാനൊന്നും കഴിയില്ല. മലയാളികൾ അത്ര മോശപ്പെട്ട ആളുകളൊന്നുമല്ല. മലയാളികൾക്ക് വലിയ മാധ്യമ സാക്ഷരതയുള്ള സമൂഹമാണ്, മാധ്യമ ബോധമുള്ള സമൂഹമാണ്, മാധ്യമങ്ങളെ നിരന്തരം വിമർശിക്കുന്ന സമൂഹമാണ്. ഏത് മാധ്യമമാണ് നല്ലത്, ഏത് മാധ്യമമാണ് മോശമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിവേകമുള്ള ജനങ്ങൾക്ക് മുമ്പിലാണ് മാധ്യമപ്രവർത്തകരായിട്ട് നമ്മളൊക്കെ നിൽക്കുന്നതും മാധ്യമങ്ങൾ നിലയെടുത്തിട്ടുള്ളതും. മാധ്യമങ്ങൾക്ക് കുറ്റമില്ല എന്നൊന്നുമല്ല പറയുന്നത്. പ്രശ്നം ഒരു സമൂഹത്തിനകത്ത് ആ സമൂഹത്തിൻ്റെ എല്ലാ അപജയങ്ങളും എല്ലാ മേഖലകളിലും ബാധിക്കുന്നത് പോലെ മാധ്യമങ്ങളെയും ബാധിക്കും. അത്രമാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ആ വില്ലേജ് ഓഫീസിലേക്ക് പോയാൽ നിങ്ങൾ പൂർണ്ണമായും തൃപ്തിയോടെ മടങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്കങ്ങനെ ഒരു അനുഭവമില്ല. കാരണം വെച്ചാൽ നമ്മൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ, നമ്മളെപ്പോലുള്ള പൊതുജനങ്ങൾ നൽകുന്ന നികുതിയിൽ നിന്ന് ശമ്പളം എടുത്തിട്ടാണ് ഇവരൊക്കെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് ശരിയായ സേവനം എനിക്ക് ലഭിക്കണമെന്നും എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും കരുതുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷേ ഒരു വില്ലേജ് ഓഫീസിൽ നിങ്ങൾക്ക് തൃപ്തിയോടെ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അവൻ്റെ ഒരു എക്സ്റ്റൻഷനാന്നേ സെക്രട്ടേറിയറ്റിലേക്ക് പോയാലും. രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ സമ്പൂർണ്ണമായും സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ?
അങ്ങനെയാണെങ്കിൽ പിന്നെ ഒറ്റ രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലാ നന്മകളും തികഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെയുണ്ട്, നമുക്ക് അത് വോട്ട് ചെയ്യാം, അത് അധികാരത്തിൽ വരട്ടെ. അങ്ങനല്ല, നമ്മുടെ മുമ്പിൽ പല ചോയ്സ് ഉണ്ട്. ആ പല ചോയ്സിൽ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഇടതുപക്ഷമായിരിക്കും. കാരണം കോൺഗ്രസിനേക്കാളും NDAയേക്കാളും കുറച്ചുകൂടി ഭേദം എന്നാണ്. അങ്ങനെ വരുന്നിടത്താണ്. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം അപജയമില്ലാത്ത ഒന്നാണോ? രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾ ചെറുതാണോ? രാഷ്ട്രീയ പ്രവർത്തകരല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊരു അരാഷ്ട്രീയവാദിയൊന്നുമല്ല കേട്ടോ, രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തുമല്ല. സ്വരാജിനോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇവിടെ ഇരിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളോടും എനിക്ക് ബഹുമാനമാണ്. അവരുടെ കമ്മിറ്റ്മെൻറ്റൊന്നും എനിക്കൊരു സംശയമില്ല. പ്രശ്നം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നത് ഏത് മേഖലയാണ്? നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷനാണ്. അതൊരു പ്രൊഫഷനാകുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു പബ്ലിക് ഓഫീസ് ഒക്കുപ്പൈ ചെയ്യും, അപ്പോഴാണ് പ്രൊഫഷൻ. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഈ പറയുന്ന സാധാരണയായിട്ടുള്ളൊരു മനുഷ്യൻ അവിടെയൊക്കെ കിടക്കുന്ന ചവറൊക്കെ കൂട്ടി തീ കത്തിച്ച് കളയാറുണ്ട്. ഞാൻ അയാളിൽ നിന്നൊന്നും ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ല, കാരണം ഒരു പൈസ പോലും അയാൾ വാങ്ങിക്കുന്നില്ല, എവിടെ നിന്നും വാങ്ങിക്കുന്നില്ല. പക്ഷെ രാഷ്ട്രീയക്കാരങ്ങനല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അധികാരം നിയന്ത്രിക്കുന്നവരായി അവർ മാറുമ്പോൾ അവർ ആൻസറബിളാണ്, അവർ അക്കൗണ്ടബിളാണ്. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റി ചോദ്യം ചെയ്യും. അവർ ചോദ്യം ചെയ്യപ്പെടണമല്ലോ, അതല്ലേ ആരോഗ്യകരമായൊരു സമൂഹം എന്ന് പറയുന്നത്. ആ ചോദ്യം ചെയ്യലിനെ വളരെ ഏകപക്ഷീയമായി മാധ്യമങ്ങൾ ഇടതുവിരുദ്ധമാണ്, സർക്കാർ വിരുദ്ധമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അപ്പോൾ സ്വരാജിൻ്റെ വിമർശനത്തെ ഞാൻ നല്ല അർത്ഥത്തിലെടുക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പല സമയങ്ങളിൽ അവർക്ക് അവരുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രം പ്രശ്നമല്ല, ലോകത്തെവിടെയും അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മീഡിയ ഹൗസസ് ഓൺ ചെയ്യുന്നത് അംബാനിയല്ലേ? അംബാനിയുടെ താല്പര്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ. എല്ലാ ഭാഷയിലും അംബാനിക്ക് ചാനലുണ്ട്. അംബാനിയാണ് ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ബാരൺ എന്നൊക്കെ പറയുന്ന ഒരു ഇന്ത്യൻ മുർഡോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരാൾ. അംബാനിയുടെ താല്പര്യം നിശ്ചയമായും ആ ചാനലിൽ പ്രതിഫലിക്കുമല്ലോ, സ്വാഭാവികമാണ്. പക്ഷെ അപ്പോഴും അതിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും? നിങ്ങൾക്കൊരു അജണ്ടയുമായി എത്ര സമയം സഞ്ചരിക്കാൻ പറ്റും? അത് കേരളം പോലൊരു സംസ്ഥാനത്തൊന്നും, ഇത്രയേറെ പ്രബുദ്ധമായൊരു സംസ്ഥാനത്തൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ കൂടി തയ്യാറാകണമെന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പ്രതീതി നിർമ്മാണം നടക്കുന്നു, ഒരു സർക്കാർ വിരുദ്ധ പ്രചാരണം നടക്കുന്നു, ഒരു ഇടതുപക്ഷ വിരുദ്ധത ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ കാലഘട്ടത്തിലും കേരളത്തിലുണ്ടായിരുന്നേ. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അവർക്ക് അവരുടേതായൊരു മെക്കാനിസം ഉണ്ട്. അവർക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് പറയാനറിയാം, പ്രവർത്തിക്കാനറിയാം, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനറിയാം, ജനങ്ങളെ ബോധവൽക്കരിക്കാനറിയാം. അതൊക്കെ ചെയ്യാൻ കഴിയുന്ന വിഭാഗമാണ് ഇടതുപക്ഷം. അത് കേരളത്തിലെ ഇടതുപക്ഷം മാത്രമാണ്. പിന്നീട് ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നത് BJP ആണ്. BJPക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോൺഗ്രസിന് എത്രത്തോളം കഴിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങളുടെയും മറ്റു ചില സോഷ്യൽ മീഡിയ വിങ്ങിൻ്റെയൊക്കെ ഔദാര്യത്തിൽ നിന്ന് പോകുന്നതാണ്. പക്ഷേ BJP അങ്ങനല്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. BJP വളരെ ക്ലവറായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോംസിനെ വളരെ വൈകാരികമായി ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു വിഭാഗം വികസിച്ചു വരുന്നതിനെ ചെറുതായി കാണണ്ട. അപ്പം നമ്മളുടെ ഈ പറയുന്ന നമുക്ക് എത്രത്തോളം ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ നമ്മളിലേക്ക് എത്രത്തോളം അടുപ്പിക്കാൻ കഴിയുന്നുണ്ട്, അതിന് പറ്റുന്ന പാകത്തിലുള്ള എത്രത്തോളം മുദ്രാവാക്യങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ട്, എത്ര സമരമാർഗങ്ങൾ പിന്തുടരാൻ കഴിയുന്നുണ്ട്, നാം എന്തൊക്കെ അവർക്ക് നേടിക്കൊടുക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. കേവലമായ ഇടതുപക്ഷ വിരുദ്ധത, മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളേതാണ്ട് അവസാനിപ്പിക്കാറായും തോന്നുന്നു അല്ലേ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം. ഏതായാലും 1-2 കാര്യം കൂടി സൂചിപ്പിച്ചിട്ട്, ബഹുമാന്യനായ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ വന്ന തോന്നൽ, അതിലെ ഒരു ഭാഗം ഇത് ഞാൻ പറയേണ്ടതല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞൊരു ഭാഗം ഞാനല്ലേ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. പ്രശ്നം എന്താ അറിയോ സ്വരാജേ, നമ്മൾ ഭാഗമായിരിക്കുന്ന ഒരു സംവിധാനത്തെ വിമർശിച്ചുകൂടാന്നൊന്നുമില്ലല്ലോ. എന്ന് മാത്രമല്ല, നമ്മളങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്നു എന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നല്ല ഗംഭീരമാണ്, അവർക്ക് യാതൊരു അജണ്ടയുമില്ല, അവരാരും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നൊന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിഡ്ഢിത്തമുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് അതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുള്ള ആളാണ്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തനാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു തൊഴിലിടം മാധ്യമ പ്രവർത്തനമാണ്, എൻ്റെ ഉപജീവന മാർഗം മാധ്യമ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വില്ലേജ് ഓഫീസിലെ ക്ലർക്കുമായി ബന്ധപ്പെട്ടും ഒരു രാഷ്ട്രീയ പ്രതിനിധിയായി ബന്ധപ്പെട്ടും മാത്രമുള്ള വിമർശനമേ എന്നോടും പാടുള്ളൂ. കാരണം അവർക്കൊക്കെ അപജയങ്ങളുണ്ട്, അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചിവിടുന്ന് പോകാൻ പാകത്തിൽ ബാക്കി വെക്കണം. പക്ഷേ ഞാനങ്ങനെ വന്ന് ഒരു അസത്യം പറഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ്
ഈ ന്യൂസ് റൂമിലെ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് വാദിക്കാനും അത് സമർത്ഥിക്കാനും വന്നിട്ടുള്ള ആളുമല്ല, അതിൻ്റെ വിമർശനങ്ങളെ സത്യസന്ധമായി ഉൾക്കൊള്ളാൻ തീരുമാനിച്ച് വന്നിട്ടുള്ള ആളുമാണ്. സാധാരണഗതിയിൽ ഞാൻ ഇത്തരം മാധ്യമ ചർച്ചകളിൽ പോകാതിരിക്കുന്നത് ഞാൻ ഭയന്നിട്ടാണ്. കാരണം വെച്ചാൽ എനിക്കെന്നെ ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളില്ല. എനിക്കിപ്പം ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നുള്ളതല്ലാതെ നിലവിലുള്ള മാധ്യമ പ്രവർത്തനത്തെ സമ്പൂർണ്ണമായും അംഗീകരിച്ച് അത് വളരെ മഹത്താണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല, അങ്ങനെ പറയുന്ന ഒരാളല്ല, അത് പറയാനുമല്ല ഞാൻ വന്നിട്ടുള്ളത്. വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിലെ ഒരു ഭാഗം, കേരളത്തിലെ കാലത്തും ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഇടതുപക്ഷം നേരിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഇടതുപക്ഷത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള സംഘടനാപരമായ ശേഷിയുണ്ട്. അല്ലാതെ ഈ മാധ്യമങ്ങളുടെ പരിലാളന കൊണ്ടൊന്നുമല്ല കേരളത്തിൽ ഇടതുപക്ഷം വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഞാൻ പറയേണ്ടതല്ലെന്ന് ഞാൻ തമാശ രൂപേണ സൂചിപ്പിച്ചത്. ഇവിടെ ഏതാനും ചില കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ മുൻപായി എനിക്കൊരു കാര്യം വ്യക്തമാക്കാനുള്ളത്, മാധ്യമങ്ങളുടെ ചില പ്രവണതകളെ സംബന്ധിച്ചെല്ലാം വിമർശനം ഉന്നയിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു മാധ്യമങ്ങളോടെന്തോ ശത്രുതയുള്ള ഒരാളാണ് എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് മാത്രമല്ല, മാധ്യമ പ്രവർത്തനത്തെ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. മാധ്യമ പ്രവർത്തനത്തിന് നമ്മുടെ സമൂഹത്തിൽ സവിശേഷമായ ഒരു ഇടമുണ്ടെന്നും മറ്റേതെങ്കിലും ഒരു ജോലിയെപ്പോലെയല്ല മാധ്യമ പ്രവർത്തനം എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ. ആ ആദരവും ബഹുമാനവും എപ്പോഴും ഉണ്ട്. ചില കാര്യങ്ങൾ വിയോജിക്കുമ്പോഴും തർക്കിക്കുമ്പോഴും ആ ആദരവുണ്ട്. പരാതി അർഹിക്കുന്ന ആദരവോടെ മാധ്യമപ്രവർത്തനത്തെ കാണാൻ ആ രംഗത്തുള്ള ചിലർക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന വിമർശനമാണ്, അല്ലെങ്കിൽ പരാതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി ചരിത്രത്തിലുടനീളമുള്ള മാധ്യമങ്ങളുടെ നിരന്തരമായ ആക്രമണത്തെ ഇടതുപക്ഷം നേരിട്ടത് ഈ കാര്യം തുറന്നു കാട്ടിക്കൊണ്ടാണ്, ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ ഞാനിവിടെ സംസാരിക്കുമ്പോഴും ഞാൻ ലക്ഷ്യമിടുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ ജയിച്ചു. ഗവൺമെൻറ്റിനെതിരെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കടുത്ത വിമർശനങ്ങളുടേതായ ഒരു കാലം ഓർത്താൽ അത്ര എളുപ്പമല്ല ആ ജയം. അപ്പം ജനങ്ങളുടെ ഇടയിൽ ശരിയായ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷം നടത്തിയ പരിശ്രമത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ആ വിജയം ഉണ്ടായത്. അത് തുടർന്നു പോകുന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച വിമർശനം എന്താണ്? വിമർശനം ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നു എന്നതേ അല്ല, സർക്കാരിനെ വിമർശിക്കണം. ഏത് സർക്കാരിനെയും. ജനാധിപത്യത്തിൽ വിമർശനം അനിവാര്യമായ ഒന്നാണ്. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പെശക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പെശകും പറ്റാത്ത ഒരു വിഭാഗമാണ് ഇടതുപക്ഷം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലെനിൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞ വിഖ്യാതമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റും എന്ന് തന്നെയാണ്. തെറ്റുപറ്റാത്തവരായി രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ, ഗർഭസ്ഥ ശിശുക്കളും ശ്മശാനത്തിലെ ശവശരീരങ്ങളും. ജീവിച്ചിരിക്കുന്ന സകലർക്കും തെറ്റുപറ്റും, അതുകൊണ്ട് നമുക്കൊക്കെ തെറ്റുപറ്റാം. അത് വിമർശിച്ചുകൊണ്ടിരിക്കണം, ആ വിമർശനങ്ങളെ സ്വീകരിക്കണം. തർക്കം എവിടെയാണ്? ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പ് ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചു. സംരംഭകത്വ വർഷം അതായിരുന്നു. ചെറുകിട സംരംഭങ്ങൾ, ആ സംരംഭങ്ങൾ 1,00,000 എണ്ണം കേരളത്തിൽ സ്ഥാപിക്കണമെന്ന് ലക്ഷ്യം വെച്ചു. അത്ഭുതകരമായിരുന്നു അതിൻ്റെ റിസൾട്ട്. 1,30,000-ഓളം, കൃത്യകണക്ക് ഇപ്പോൾ എനിക്കില്ല, അതിലും കൂടിയെന്ന് തോന്നുന്നു, ചെറുകിട സംരംഭങ്ങൾ യാഥാർത്ഥ്യമായി കേരളത്തിൽ. ലക്ഷ്യം വെച്ചു, 1,15 ലക്ഷത്തിന് മുകളിൽ യാഥാർത്ഥ്യമായി. എന്തൊരു വലിയ നേട്ടമാണ് നമുക്കുണ്ടായത്. കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ അന്ന് ഈ മഹത്തായ നേട്ടത്തെ ലക്ഷണമൊത്ത കള്ളം എന്നൊരു തലക്കെട്ട് കൊടുത്തു. അങ്ങയുടെ ചാനലല്ല, തെറ്റിദ്ധാരണ വേണ്ടാന്ന് എഴുതി പറയും. ലക്ഷണമൊത്ത കള്ളം എന്ന് പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കാര്യം കളവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ മാധ്യമം വലിയ പരിശ്രമം നടത്തി. അവർ പറഞ്ഞു 15%-ഓളമോ എത്രയൊരു ശതമാനം പൂട്ടും. ഇന്ത്യയിൽ ദേശീയ ശരാശരി 1,00,000 സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ
ചുരുങ്ങിയത് 30% പൂട്ടുന്നതാണ്. അതങ്ങനെയാണ്. അത് വെച്ച് നോക്കിയാൽ പോലും ലക്ഷത്തിൽ കൂടുതലുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഒന്ന്, ഞാൻ അങ്ങനെ സമയം ഒരുപാട് എടുക്കുന്നില്ല, ഞാനിത് പറയുമ്പോൾ ഇതേ സമയത്ത് കേരളത്തിൽ ലക്ഷണമൊത്ത കള്ളം എന്ന തലക്കെട്ടോടുകൂടി സംരംഭകത്വ വർഷം പരാജയമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഭയങ്കരമായി വാശിയോടെ ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് അതേ ചാനലിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ തമിഴ്നാട്ടിലെ കാങ്കയത്തെ ചില സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ച് ഗവേഷണാത്മകമായ ഒരു നീണ്ട ലേഖനം പ്രസിദ്ധീകരിച്ചു. അതെന്താണെന്നറിയൂ? തമിഴ്നാട്ടിലെ തിരുപ്പൂരടുത്ത് കാങ്കയം എന്ന് പറയുന്ന സ്ഥലത്ത് കൊപ്ര അധിഷ്ഠിത വ്യവസായം കഴിഞ്ഞ വർഷങ്ങളിൽ ഗംഭീരമായി വളർന്നു വന്നു. കേരളത്തിൽ നിന്ന് അവർ കൊപ്ര വാങ്ങിക്കൊണ്ടു പോവാണ്. അവിടെയെല്ലാം വൻകിട മില്ലുകൾ, 100 കണക്കിന് മില്ലുകൾ അവിടെ ഈ കൊപ്ര ആട്ടി വെളിച്ചെണ്ണയാക്കും. എന്നിട്ട് അത് പാക്കറ്റിലാക്കി കേരളത്തിൽ വിൽക്കും. ഇന്ത്യയിലെ വെളിച്ചെണ്ണ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി കാങ്കയം മാറി. എന്നാൽ കാങ്കയത്തെ ഈ വെളിച്ചെണ്ണ വ്യവസായം തകർച്ചയെ നേരിട്ടതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ. വളരെ പഠനാർഹമായ ഒരു ആർട്ടിക്കിളാണ്, നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു, അവിടെ ഒരു വലിയ മില്ലിൻ്റെ ഉടമ ആത്മഹത്യ ചെയ്തു, മില്ലുകൾ അടച്ചുപൂട്ടി, വലിയ പട്ടിണിയിലായി തൊഴിലാളികൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ആ ലേഖകൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ്, കേരളത്തിൽ വ്യവസായ സംരംഭകത്വ വർഷത്തിൻ്റെ ഭാഗമായി 3000-ഓളം വരുന്ന ചെറുകിട ഓയിൽ മില്ലുകൾ എന്ന് വെച്ചാൽ ഒരു ചെറിയ മുറിയിൽ സ്ഥാപിക്കാൻ പറ്റുന്ന 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വിലയുള്ള ചെറിയ മൈക്രോ മെഷീൻ സ്ഥാപിച്ച് 3000-ലധികം വരുന്ന ഓയിൽ മില്ലുകൾ കേരളത്തിൽ ആരംഭിച്ചു. ഇവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. വ്യവസായ സംരംഭകത്വത്തിൻ്റെ ഭാഗമായി വലിയ വിജയമായതിനെ തുടർന്ന് കാങ്കയത്തെ വെളിച്ചെണ്ണ വാങ്ങാൻ ആളില്ലാതെ തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാകെ പട്ടിണിയിലായി. അവിടെ മില്ലുകൾ അടച്ചുപൂട്ടി, മില്ലുടമ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ സമയം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ലക്ഷണമൊത്ത കള്ളം എന്ന് കേരളത്തിലെ വ്യവസായ സംരംഭകത്വ വർഷത്തെ അധിക്ഷേപിക്കുമ്പോൾ അതേ ചാനലിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ വ്യവസായ സംരംഭകത്വം വലിയ വിജയമായെന്നും അതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും എഴുതുകയാണ്. ഇതിനെ നിങ്ങൾ എന്ത് വിമർശനത്തിൻ്റെ പട്ടികയിലാണ് പെടുത്തുക? ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പിന്തുടരുന്ന ഒരു പൊതുരീതി. ഉദാഹരണങ്ങൾ 100 എണ്ണം നമുക്ക് പറയാൻ സാധിക്കും. ഇടതുപക്ഷത്തിനെതിരായ ആക്രമണം ഗവൺമെൻറ്റിനെതിരായ വിമർശനം അല്ല. അതിൽ ഇപ്പോൾ ഞാൻ ഈ സദസ്സിനോട് തന്നെ ചോദിക്കുകയാണ്, ഒരു യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് അടിച്ചു കൊന്ന് ആഭരണങ്ങൾ കവർന്ന് വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാനില്ലാതെ 2 രൂപ പിരിവെടുത്ത ഓമനക്കുട്ടനെ നിങ്ങൾ മരിച്ചാലും മറക്കില്ല. ഇതിൽ ന്യായമുണ്ടോ? എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ വ്യാജ ബിരുദം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രശ്നവും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. പക്ഷേ ഒരു താൽക്കാലിക ജോലിക്ക് ഒരു വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന ആരോപണം നേരിട്ട ആളെ നിങ്ങൾ മരിച്ചാലും വെറുതെ വിടില്ല. നിങ്ങൾ ADM സംശയകരമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്താൽ ആഴ്ചകൾ നീണ്ടുനിന്ന ചർച്ച നടത്തും. എന്നാൽ കൃത്യമായ സൂയിസൈഡ് നോട്ട് എഴുതി തട്ടിപ്പും വഞ്ചനയും കൈക്കൂലിയും തെളിയിക്കപ്പെട്ട അച്ഛൻ്റെയും മകൻ്റെയും മരണം സാധാരണ മരണമായിട്ട് മാറും. ഇതൊക്കെ മുന്നിൽ നിൽക്കുകയല്ലേ? ഞാൻ പറയുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞാനിത് മാധ്യമങ്ങൾക്കെതിരായ ആക്രമണമായിട്ടല്ല, ഇങ്ങനെ തന്നെ ചെയ്യണം മാധ്യമങ്ങൾ. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ ഞങ്ങൾ വിമർശനം ഉയർത്തുമ്പോൾ ജനം പറയും, അല്ല മാധ്യമങ്ങളുടെ വിമർശനമൊക്കെ ഗൗരവമുള്ളതാണ്, നിങ്ങൾ ഈ പറയും പോലെ അല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വരുമ്പോൾ ജനങ്ങൾ അത് ശരിയായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ നോക്കട്ടെ, 8 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുകയാണ്. 8 കൊല്ലമായില്ലേ? ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളെയും
പ്രവർത്തനത്തെയും വിമർശിക്കുമ്പോൾ തന്നെ ചരിത്രത്തിലെ മഹത്തായ നേട്ടങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു? അത് ജനം അറിയേണ്ടതില്ലേ? ഇംഗ്ലണ്ടിലെ ഗാർഡിയൻ ദിനപത്രം കേരളത്തിൽ ഇന്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കുന്ന ഭരണ നടപടിയെക്കുറിച്ച് മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പറയുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട്, നിങ്ങൾ ഈ കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കൂ. പറയുന്നത് ഗാർഡിയൻ ദിനപത്രം പറയുന്നു, ബ്രിട്ടനിലെ പത്രം പറയുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട്, നിങ്ങൾ കേരളത്തെ മാതൃകയാക്കൂ. രാഷ്ട്രീയത്തിനപ്പുറം, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമുക്കതൊരു അഭിമാനകരമായ നേട്ടമല്ലേ? നമ്മുടെ മാധ്യമങ്ങൾ എന്ത് സമീപനമാണ് അതിനോട് സ്വീകരിച്ചത്?